നമസ്കാരം. ഓം ഓം ഓം. കുജനം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകി കോകിലം. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ടം വാതാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശരണം പ്രപദ്യേ. ശ്രീമദ് വാൽമീകി രാമായണം ആരണ്യകാണ്ഡം സർഗം 35. രാവണൻ ഇപ്പോൾ സ്വയം യുദ്ധം ചെയ്യാൻ പുറപ്പെട്ടിരിക്കുകയാണ്. രാവണൻ്റെ മനോഹരമായ രഥത്തെയും രാവണൻ്റെ സുന്ദരമായ രൂപത്തെയും മനോഹരമായ പ്രകൃതിയെയുമൊക്കെ വർണ്ണിക്കുകയാണ് ഈ സർഗത്തിൽ. അവിടെയെല്ലാം തപസ്സുകൊണ്ട് സമസ്ത ലോകങ്ങളും കീഴടക്കിയ മുനിമാരെ കാണാം. അതുപോലെ ഗന്ധർവന്മാരും അപ്സരസ്സുമുള്ള ഇടങ്ങൾ ധാരാളം കാണാം. ചന്ദനമരങ്ങൾ, കടയ്ക്കൽ പാലൂറുന്ന മരങ്ങൾ എന്നിവയും വളരെയധികം കാണാം. അകിലുകളുള്ള വനങ്ങൾ ധാരാളമുണ്ട്. അതുപോലെ തീരത്തിൽ ഉണങ്ങാനിട്ടിരിക്കുന്ന മുത്തുമണിക്കൂട്ടം കാണാം. പവിഴപ്പുറ്റിൻ കൂട്ടവും കാഞ്ചന ശൃംഗങ്ങളും ധാരാളമുണ്ട്. അവിടെ ഒരിടത്ത് മേഘം പോലെ എല്ലായിടത്തും പരന്നതും മുനിജനങ്ങൾ ചുറ്റും ഇരിക്കുന്നതുമായ ഒരു വൻപൻ പേരാൽ കണ്ടു. അതിൻ്റെ ശാഖകൾക്ക് 100 യോജന നീളമുണ്ടായിരുന്നു. അതിൻ്റെ ഒരു ശാഖയിലാണ് കൂറ്റനായ ഒരാമയെയും എടുത്തുകൊണ്ടൊരിക്കൽ ഗരുഡൻ അവയെ ഭക്ഷിക്കാൻ ഇരുന്നത്. ഇനി അടുത്ത ശ്ലോകങ്ങളിൽ എന്താണ് പ്രതിപാദിക്കുന്നതെന്ന് നോക്കാം. ശ്ലോകം 28 തുടങ്ങി 31 വരെയുള്ള ശ്ലോകങ്ങൾ. സമന്താദ്യശ്യതാ ശാഖാ ശതയോജനമായതാ യസ്യ ഹസ്തിനമാദായ മഹാകായം ച കച്ഛപം ഭക്ഷാർത്ഥം ഗരുഡശാഖാം ആജഗാമ മഹാബലഃ തസ്യ താം സഹസാ ശാഖാം ഭാരേണ പതകോത്തമഃ സുവർണ പർണബഹുലാം ബഭജ്ജാഥ മഹാബലഃ തത്ര വൈഖാനസാ ഭാഷ ബാലഖില്യ മരീചിപാഃ. ആജ ബഭുവൂർധൂമ്രാച്ഛ സംഗതാ പരമർഷയ തേഷാം ദയാർത്ഥം ഗരുഡസ്താം ശാഖാം ശതയോജനാം. 28 തുടങ്ങി 31 വരെയുള്ള ശ്ലോകങ്ങളുടെ അർത്ഥം. അതിൻ്റെ ശാഖകൾ, ആ പേരാലിൻ്റെ ശാഖകൾ 100 യോജന നീണ്ടവയായിരുന്നു. അതിൻ്റെ ഒരു ശാഖയിലാണ് ആനയെയും കൂറ്റനായ ഒരു ആമയെയും എടുത്തുകൊണ്ടൊരിക്കൽ ഗരുഡൻ അവയെ ഭക്ഷിക്കാനിരുന്നത്. ശ്ലോകം 32, 33. ഏകപാദേന ധർമാത്മാ ഭക്ഷയിത്വാ തദാമിഷം നിഷാദവിഷയം ഹത്വാ ശാഖയാ പതകോത്തമാം പ്രഹർഷുമതുലം ലേഭേ മോക്ഷയിത്വാ മഹാമുനിർ സതു തേന പ്രഹർഷേണ ദ്വിഗുണീകൃതവിക്രമാം. 32, 33 ശ്ലോകങ്ങളുടെ അർത്ഥം. മഹാബലവാനായ പതകോത്തമൻ്റെ ഭാരം മൂലം പർണബഹുലമായ ശാഖ പെട്ടെന്ന് ഒടിഞ്ഞു. വൈഖാനസന്മാരും മാഷന്മാരും ബാലാഖില്ലന്മാരും മരീചിവരും
ആജന്മാരും ധൂമ്രന്മാരും പരമർഷിമാരും അവിടെ ഒരുമിച്ച് കഴിഞ്ഞിരുന്നു. ആ ശതയോജന ദീർഘമായ ഒടിഞ്ഞ കൊമ്പും ആനയെയും ആമയെയും ഒരു പാദത്താൽ എടുത്തുകൊണ്ട് ഗരുഡൻ പറന്നുപോയി. അവയുടെ മാംസം ഭക്ഷിച്ച് തീർത്തിട്ട് കൊമ്പുകൊണ്ട് നിഷാദ പ്രദേശത്തെ പദഗോത്തമൻ നശിപ്പിച്ചു. അങ്ങനെ ആ മഹാമുനിമാർക്ക് ആപത്തുപെടാതെ കാത്തതിൽ അതിയായി സന്തോഷിച്ചു. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. 33 ശ്ലോകങ്ങളാണ് പാരായണം ചെയ്തത്.